ഹലോ ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ എറണാകുളത്തെത്തി. എറണാകുളത്ത് നേരെ പോയത് കൊച്ചിൻ എയർപോർട്ടിലോട്ടാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് സൗദിക്ക് പോകുന്നുണ്ട്. അപ്പോൾ സൗദിക്ക് പോകാനായിട്ട് അവനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവനെ യാത്രയാക്കിയിട്ട് ഒരു ടാറ്റ ബൈബിക്ക് പറഞ്ഞിട്ട് നേരെ ഓട്ടോയിൽ കയറി കടവന്ത്രയിലേക്ക്. കടവന്ത്രയിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. നേരെ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി, അതായത് എറണാകുളം ബോട്ട് ജെട്ടി. അവിടെ നിന്നാണ് നമുക്കിന്ന് മട്ടാഞ്ചേരിക്ക് പോകാനുള്ളത്. അപ്പോൾ ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് വേണം നമുക്ക് ബോട്ട് ജെട്ടിയിലേക്ക് എത്താൻ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എറണാകുളം ബോട്ട് ജെട്ടി എന്നൊക്കെ. അപ്പോൾ അവിടെ കയറിയിട്ട് വേണം നമുക്കിനി മട്ടാഞ്ചേരിയിലേക്ക് പോകാൻ. ആദ്യം അതിന് ടിക്കറ്റ് എടുക്കണം. അത് ലേഡീസിൻ്റെ ടിക്കറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ ടിക്കറ്റ് എത്രയാണോ? 12. അപ്പം ഞങ്ങൾക്ക് മട്ടാഞ്ചേരിക്കായിരുന്നു പോകേണ്ടിരുന്നത്. പക്ഷേ മട്ടാഞ്ചേരി ടിക്കറ്റ് കിട്ടിയില്ല. ഫോർട്ട് കൊച്ചി വരെ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി അവിടുന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമുക്ക് മട്ടാഞ്ചേരിയിലേക്ക് പോകണം. അപ്പോൾ ഒരു ബോട്ട് കിടപ്പുണ്ട്. കുഴപ്പമില്ല, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മട്ടാഞ്ചേരി അടുത്താണ്. അപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 2 കിലോമീറ്റർ, അവിടെ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് പോകാം. മട്ടാഞ്ചേരി 2-3 സ്ഥലമുണ്ട്, അവിടെയൊക്കെ പോകണം. ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ഫോർട്ട് കൊച്ചിയിൽ നിന്നാന്ന് തോന്നുന്നു. ഇതാണ് എൻട്രൻസ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, നമ്മുടെ സെക്യൂരിറ്റിക്കുള്ള ലൈഫ് ജാക്കറ്റ്. അത് സൈഡ് വ്യൂ ഉപയോഗിക്കാം. ഞങ്ങൾ കയറിയ ബോട്ടിലല്ലായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടതെന്ന്. അപ്പോൾ വേറൊരു ബോട്ട് വന്നു. വന്ന ബോട്ടില്ലേ നേരത്തെ, ആ ബോട്ടിൽ നിന്ന് ആളുകളെ ഇറക്കിയിട്ട് നമ്മൾ ഈ ബോട്ടിൽ നിന്ന് അങ്ങോട്ട് കയറും. അപ്പോൾ ആളിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ബോട്ടിൻ്റെ സ്റ്റിയറിങ്, അതിൻ്റെ കൺട്രോളിങ് പാനലൊക്കെ. ഇതാണ് ബോട്ടിൽ നിന്നുള്ള ഫ്രണ്ട്. ഇത് എൻജിൻ ഡ്രൈവറിൻ്റെ സീറ്റാണ് കേട്ടോ. ഇടയ്ക്കൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ കുറച്ച് പേരൊക്കെ ഇറങ്ങി. എംബർഷൻ ജെട്ടി എന്ന് പറഞ്ഞു കുറച്ച് ഇറങ്ങി. ഞങ്ങൾക്ക് അടുത്ത ജെട്ടിയിലാണ് കണ്ടത്. ഗൈസ്, അവസാനം ഞങ്ങൾ ഫോർട്ട് കൊച്ചി ജെട്ടിയിലേക്ക് അടുത്തു. കൊച്ചിയുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫോർട്ട് കൊച്ചിയിലേക്കൊരു നമുക്ക് പോകുമ്പോൾ ഒരു LED പാനലൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഷോപ്സൊക്കെ സൈഡിലുണ്ട്. ഇതൊരു പഴയ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളാണ്. സൈക്കിൾ പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡിൽ, 2 സൈഡിലായിട്ട്. ജെട്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നിറയെ ഓട്ടോകൾ സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിലൊരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ മട്ടാഞ്ചേരിയിലേക്ക് പോയി. ജൂ സ്ട്രീറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ജൂ സ്ട്രീറ്റ്
ഉണ്ട്, സ്പൈസ് ഷോപ്പാണ് ഇവിടെ കൂടുതലും. സ്പൈസ് ഷോപ്പും പിന്നെ ഉണ്ട് ഇവിടെ ലെതർ ഹൗസ് ഉണ്ട്, ലെതർ തിങ്സ് എല്ലാം വിൽക്കുന്നൊരു ഷോപ്പുണ്ട്. കൂടുതലും ഉണ്ട് ഇതുപോലത്തെ ഈ ആൻറ്റിക് പീസ് സാധനങ്ങളാണ് കേട്ടോ. കുറേ വിഗ്രഹങ്ങൾ, പിന്നെ വിളക്കുകൾ, ഗ്രാമഫോൺ, ലൈറ്റ്സ്, പഴയ ലൈറ്റ്സ്. ജൂ സ്ട്രീറ്റിലപ്പോൾ ഞങ്ങൾ ഒരു ആൻറ്റിക് ഷോപ്പിൽ കയറി. ഹെറിറ്റേജ് ആർട്ട് കൊച്ചിൻ കൊച്ചിൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ്. കുറേ വിൻറ്റേജ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്, കുറേ സ്കൾപ്ചേഴ്സ്. സോറി, കയറിയപ്പോൾ തന്നെ ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അതായത് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. വേറൊരു കടയിൽ ഞങ്ങൾ കയറിയായിരുന്നു, അവിടെ ഞങ്ങളെ അത് പറഞ്ഞ് ഇറക്കി വിട്ടു. ജൂ സ്ട്രീറ്റ് കുറച്ച് നടന്ന് നമ്മുടെ ചർച്ചിൻ്റെ അടുത്തായിട്ട് ഒരു പോലീസ് മ്യൂസിയം ഉണ്ട്. ടൂറിസം പോലീസ് സ്റ്റേഷൻ, പോലീസ് മ്യൂസിയം കൊച്ചി. അപ്പോൾ അവിടെ എൻട്രൻസ് ഫ്രീ ആണ്. നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അവിടെ. കുറേ പോലീസ് യൂസേഴ്സിൻ്റെ മറ്റ് യൂസേഴ്സ് സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. ട്രാവൻകൂർ ട്രിവാൻഡ്രത്തെ ഒരു പോലീസ് കോസ്റ്റ്യൂം, പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസ്, സോഡ്. ഇത് കേരള പോലീസ് കോൺസ്റ്റബിൾ 90s 70s അവരുടെ വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ, കാറുകൾ, ബൈക്കുകൾ. ഇത് 70s കേരള പോലീസ് കോൺസ്റ്റബിളാണ്. 328 അവരുടെ ലാത്തികൾ. പിന്നെ ഒരു കിങ്സിൻ്റെയൊക്കെ ബോഡി ഗാർഡിൻ്റെ ഒരു കോസ്റ്റ്യൂം, അവരുടെ സോഡുകൾ, വാള്. ഇതൊരു ഗൺഷോട്ടിൻ്റെ ഹോംസാണ്. ഗൺഷോട്ട് ഹോംസ്, ചെസ്റ്റിലുള്ള ഷോട്ട്, ഷാർപ്പ് ഫോഴ്സ് ഇഞ്ചുറീസ്. ഇതുവരെ കപ്പുകളാണ്, ഓൾ ടൈപ്സ് ഹാൻഡ് കപ്സ്. ഇതൊരു വുമൺ കോൺസ്റ്റബിൾ ട്രാവൻകൂർ സ്റ്റേറ്റിലുണ്ടായിരുന്ന. ആഷ്പോർട്ട് ജൂയിഷിലൊരു ബുക്കാണ് കേട്ടോ, പഴയ. ഇപ്പം റാങ്കിങ് ബാഡ്ജും റാങ്കിങ്സൊക്കെ അവർ. ഇതവർക്ക് ഉപയോഗിച്ചിരുന്ന കുറച്ച് നൈഫ്, സ്പിയർ, ബോയിനോട്ടൊക്കെ. പിന്നെ ഓരോ പോലീസുകാരാണ്, സ്പോർട്സ് മാൻ ഓഫ് കേരള പോലീസ്മാൻ. ക്യൂട്ട് യൂണിഫോം, പലതരം യൂണിഫോമുകളാണ്. ട്രാഫിക് പോലീസ്, ലോക്കൽ ടൂറിസം. അവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് അടുത്ത വേ ഔട്ടിലേയും നമ്മുടെ കയറിയപ്പോൾ ഉള്ള പോലത്തെ കുറച്ച് യൂണിഫോം ഇട്ട ആൾക്കാരുടെ വീഡിയോസാണ്. ഫോട്ടോസ് പിന്നെ വെഹിക്കിളിൻ്റെ, പിന്നെ അവരുടെ കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ട്. ഇത് ലേഡി കോൺസ്റ്റബിൾ ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ 1939 അവരുടെ കോസ്റ്റ്യൂമാണ്. പോലീസ് മ്യൂസിയത്തിലുള്ളത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. വെളിയിലായിട്ടൊരു പോലീസ് സല്യൂട്ട് ചെയ്ത് നിൽപ്പുണ്ട്. ഇതാണ് പോലീസ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ. 5 മിനിറ്റ് ജൂ ടൗണിലൂടെ പോകുമ്പോൾ, സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ കയറി കാണാൻ പറ്റിയ സ്ഥലം. അവിടുന്ന് കുറച്ച് ദൂരം കൂടെ നടന്ന് നമ്മൾ എത്തുന്നത് സിനഗോഗിലേക്കാണ്. അതായത് ജൂതത്തെരുവിലെ പഴയകാലം മുതലുള്ള ഒരു സിനഗോഗാണിത്. ഇതിൻ്റെ പേര് കൊച്ചിൻ പരദേശി സിനഗോഗ് എന്നാണ് കേട്ടോ. ഇവിടെ എല്ലാം കുറേ ഫോട്ടോഗ്രാഫ്സാണ്. ഇവർ വന്നതും ജൂതന്മാർ ഇവിടേക്ക് എത്തിയതും കാര്യങ്ങളെ പറ്റിയുള്ള ഫോട്ടോഗ്രാഫ്സാണ്. എൻട്രൻസിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ,
അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് നമ്മുടെ പള്ളിയിലേക്കാണ്. പള്ളിയിൽ നമുക്ക് കുർബാന സമയത്ത് ഇരിക്കാനുള്ള ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടുതലും ലൈറ്റുകൾ, നിറയെ ലൈറ്റുകളുണ്ട് കേട്ടോ. മുകളിലൊക്കെ ആയിട്ട് പണ്ട് കാലത്തുള്ള ലൈറ്റുകളും കുറേ വെറൈറ്റി മോഡലിലുള്ള വിളക്കുകളും ലൈറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡൊണേഷൻ ബോക്സാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ അന്ന് ക്യാഷൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നേരം പള്ളിയിലെ കാഴ്ചകളും അകത്തും പുറത്തും അധികം കാണിക്കില്ല കേട്ടോ. കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. അങ്ങനെ കണ്ട് നേരെ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് ഇറങ്ങി. ഗ്രാമഫോൺ സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ജൂസ് സ്ട്രീറ്റിൻ്റെ ഷോപ്പും ചർച്ചും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഒരു ഡച്ച് പാലസ് കൂടെയുണ്ട്. ഇപ്പോൾ ഡച്ച് പാലസിൻ്റെ എൻട്രൻസ് ഇതിലെ കൂടെയാണ്. നമ്മളെ എൻട്രൻസിൽ തന്നെ ഷോപ്സ് ഉണ്ട്. പിന്നെ അവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഫോർട്ട് കൊച്ചി ബസാർ അങ്ങനെ. ഇതൊരു പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു കവാടമാണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലായിട്ടുള്ള വഴിയുണ്ട്. ഇതാണ് ഒരു പഴയ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും കൂടെ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ടിക്കറ്റ് കൗണ്ടറിലോട്ടുള്ള എൻട്രി. പാലസിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പുറത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറേ ഷോപ്പിങ്ങിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഒരു ഏരിയ മൊത്തം ഷോപ്പിംഗ് സാധനങ്ങളാണ്. അതായത് കുറേ സാധനങ്ങളുണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. ബാഗുകൾ, പിന്നെ വള, മാല, അങ്ങനത്തെ ഓർണമെൻറ്റ്സ്, ബാഗ്സ്, ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ മേടിക്കാനുണ്ട്. അത് ചെന്ന് നേരെ എത്തുന്നത് ഒരു ഡോക്കിലേക്കാണ്. നമുക്കവിടെ ബോട്ടിംഗ് സെൻറ്ററൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് ആൾക്കാർക്ക് നമുക്ക് അതിൽ സഞ്ചരിക്കാൻ പറ്റും അവിടെ നിന്ന് ബോട്ടിലൊക്കെ. കുറച്ച് നേരം അവിടെ കണ്ട് ബോട്ടായി കണ്ടു, പിന്നെ കുറേ കിളികളായി കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വിട്ടത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. ഒരു ഓട്ടോ കിട്ടി. അവിടെ നിന്ന് 50 രൂപ കൊടുത്ത് നമുക്ക് ഫോർട്ട് കൊച്ചി ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ കയറി നേരെ ഫോർട്ട് കൊച്ചിക്ക് ഇറങ്ങി. നേരെ വന്നിറങ്ങി ആദ്യം പോയത് നെഹ്റു ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഏരിയയിലോട്ടാണ്. ആ ഒരു വഴിയുണ്ടല്ലോ, നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ ഈ ബീച്ച് സൈഡിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഓരോരുത്തർ വലയൊക്കെ ശരിയാക്കുന്ന കണ്ടു. എനിക്ക് തോന്നുന്നു ഈ കേടായ വലകൾ അവർ തയ്ക്കും, അതവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ പോയപ്പോൾ കണ്ടത് ചീനവലയാണ്. പണ്ട് ചൈനക്കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാണ് പറയപ്പെടുന്നത്. ചീനവല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പഴയതുകൊണ്ട് പുതിയത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കമ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഒരു എൻഡ്. ഇവിടെ നമുക്ക് അങ്ങ് വരെ ബീച്ച് കിടക്കുകയാണ്. ഇവിടെ ഒരു പീക്ക്, ഒരു പോയിൻ്റൊക്കെയാണ് നമുക്ക് പോയി നിൽക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഈ സൈഡ് മൊത്തം ചീനവലയും അതിൻ്റെ പുതിയത് ചെയ്യാനുള്ള തടികൾ കെട്ടി വെച്ചേക്കുക. അത് അടുത്തും കൂടെ വയ്ക്കാനായിട്ട് ആ സൈഡ് മൊത്തം വലകളാണ്. അത് കണ്ട് തിരിച്ചു വരുമ്പോൾ നിറയെ മീനുകൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട്. കുറേ വെറൈറ്റി മീനുകളുണ്ട്, എനിക്ക് എല്ലാത്തിനും പേരൊന്നും അറിയില്ല. അങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ചും ചീനവലയെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ ഫെറി കയറിയിട്ട് വൈപ്പിനിലേക്ക് പോവുകയാണ്. വൈപ്പിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് വാട്ടർ മെട്രോയിൽ കൂടെ പോകും. അപ്പോൾ ഫെറിയിലേക്ക് കയറി പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. അപ്പോൾ ആദ്യം ടിക്കറ്റ് എടുക്കാതെ അകത്ത് കയറി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഫെറി വൈപ്പിനിലെ പോർട്ടിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് വൈപ്പിനിൽ നിന്ന് മെട്രോ പിടിച്ചിട്ട് ഹൈക്കോടതിയിലേക്ക് പോകണം. അപ്പോൾ നമുക്കിനി ടിക്കറ്റ് എടുക്കണം. വൈപ്പിൻ വാട്ടർ മെട്രോയുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടുപേർക്ക് അത് കാണാം. ഇവിടെ ആയിരുന്നു പഴയ ടിക്കറ്റ് കൗണ്ടർ, അപ്പോൾ അത് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. വൈപ്പിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് മെട്രോ വന്നിട്ടുണ്ട്. ഇനി ക്യൂ ഉണ്ട്, ചെറിയൊരു ക്യൂ ഉണ്ട്. ക്യൂ നിന്നിട്ട് നമുക്ക് പോകണം.
ആൾ കുറവാണ്, നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. ആൾക്കാർ ഓൾറെഡി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ വന്നിട്ടുണ്ട്, മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തിരിച്ചു പോകാൻ നോക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഹൈക്കോടതിയിലേക്കും ഹൈക്കോടതി വൈപ്പിനിലേക്കും വരുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണണം. ഞങ്ങളുടെ ബോട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ആവശ്യത്തിന് ആളുകളുള്ളൂ, വലിയ തിരക്കില്ല. അപ്പോൾ നമ്മൾ വന്ന ഫെറി അവിടെ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. സൈഡ് സീറ്റ് പിടിച്ചിരിക്കാം. ഹൈക്കോർട്ട് സ്റ്റേഷനിലെത്തി. വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മെട്രോ ചാർജ് ചെയ്യുന്നത് കണ്ടു കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളും കൂടെ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തു. മെട്രോയിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചു. അതുകൊണ്ട് നേരെ മംഗളവനത്തിലേക്ക് വന്നു. മംഗളവനം ബേർഡ് സാങ്ച്വറി അവിടേക്ക് ഇറങ്ങി. അവിടെ കുറച്ച് ഹൈക്കോട്ടിൽ നിന്ന് കുറച്ച് ദൂരം വരണം കേട്ടോ. ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം നടന്നാൽ നമുക്ക് മംഗളവനം ബേർഡ് സാങ്ച്വറി വരും. ഹൈക്കോർട്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ മംഗളവനം നിൽക്കുന്നത് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. റോട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടന്ന് ആണ് ഇങ്ങോട്ട് എത്തുക. മംഗളവനം ബേർഡ് സാങ്ച്വറിയിൽ ടൈമേ ഉണ്ട് കേട്ടോ. 10 AM to 5 PM ആണ്. അതിനുള്ളിൽ വരാൻ നോക്കുക വരുന്നവർ. ഇതാണ് എൻ്റെ എൻട്രൻസ് കവാടം. മുകളിൽ ഇവിടെ ഉള്ള സ്പീഷീസും ആംബിബിയൻസൊക്കെ അതിനെപ്പറ്റിയൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലം. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. 2 പേര്. എൻട്രൻസ് ചെയ്ത് കുറച്ചും കൂടെ വരുമ്പോൾ കൂടുതലും ഈ ഭാഗങ്ങളാണ്. ഇവിടെ ചതുപ്പ് പോലെയുള്ള മരങ്ങളെല്ലാം വീണ് അഴുകി കിടക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് മംഗളവനം ബേർഡ് സാങ്ച്വറി. അപ്പോൾ വലിയ സ്പേസൊന്നുമില്ല, കുറച്ച് ഏരിയയേ ഉള്ളൂ. പക്ഷേ നമുക്ക് കുറച്ച് നേരം കാര്യങ്ങളും പറഞ്ഞ് സംസാരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. എൻട്രി ഫീ അഡൽട്ട്സിന് 10 രൂപയാണ്. പിന്നെ കുറേ ബേഡ്സിനെ കാണാൻ പറ്റും. വേറെ വലുതായിട്ടൊന്നും ഇവിടെ ഇല്ല. ആകെയുള്ളത് കുറച്ച് ഈ ഒത്ത സിറ്റിക്ക് നടുക്കായിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ, നല്ലൊരു ഫ്രഷ് ഫീൽ തരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ മംഗളവനം. ഇനി ഇങ്ങോട്ട് പോകണം. ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ജംഗ്ഷനിലാണ്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ മംഗളവനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് പോകണം. അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെ പോകുമ്പോഴാണ് ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഉള്ളത്. ഗൈസ്, ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ ആ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ റെനോവേഷൻ വർക്കൊക്കെ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ അത് പണി ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് തോന്നുന്നു. ജസ്റ്റ് മ്യൂസിയം പോലെയോ പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ചിലതൊക്കെ റൂമായിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് പഴയ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഗാന്ധി എല്ലാം വന്ന് ഇറങ്ങിയെന്ന് പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ. സംഭവം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നിറയെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കൺസ്ട്രക്ഷൻ ബേസ് നല്ല രസമുണ്ട്. ഒരു പാർക്ക് പോലെ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനാണെങ്കിലും ആൽബം അങ്ങനെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല രസമായിരിക്കും കാണാനൊക്കെ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ രീതിയിലെല്ലാം വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാർ. ഇതാണ് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ, ആൾക്കാർക്ക് കാണാനൊക്കെ നല്ലതായിരിക്കും. ഇവിടെ പാളത്തിലൂടെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം, ഫോട്ടോയൊക്കെ എടുക്കാം. ഞാൻ കുറച്ചും കൂടെ അകത്തേക്ക് ഇത് കാണാനായിട്ട് കയറിയതാണ് കേട്ടോ. ഫുൾ മരമായിപ്പോയി കാശ് കേട്ടോ. നിറയെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പാർക്ക് പോലെ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാണാനൊക്കെ. നമുക്ക് എല്ലാവരുമായിട്ട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമായിരിക്കും. ഈ ഒത്ത നടുക്ക് ഇത്രയും വലിയൊരു പ്ലേസ് നല്ലതുണ്ട്. ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇഴജന്തുക്കളോ
പാമ്പൊക്കെ കാണും. അതൊന്നും നമുക്ക് അറിയാതെ പോകില്ല, നമുക്കൊന്നും സ്ഥലം അറിയില്ലല്ലോ അതിനെപ്പറ്റി. എന്നാലും പരമാവധി ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കാണാനൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് ഇത് റെഡിയാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് പൊളിച്ച്, അതായത് ഫുള്ള് ഇതിൻ്റെ സ്റ്റൈല് പൊളിച്ച് കളയാതെ അതേ രീതിയിൽ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാനൊക്കെ നല്ല രസമായിരിക്കും. പഴയ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് പോലെ അവർ ചെയ്യുന്ന പോലെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണെങ്കിൽ നല്ലതായിരിക്കും കാണാനൊക്കെ. അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ എറണാകുളത്ത് വന്നിട്ട് മട്ടാഞ്ചേരി പോയി. മട്ടാഞ്ചേരി ജൂതം തെരുവും ചർച്ചും എല്ലാം കണ്ടു. അതിനുശേഷം നമ്മൾ പോയത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി ബീച്ചും ചീനവലയെല്ലാം കണ്ടതിന് ശേഷം മംഗളൂരം ബേർഡ് സാങ്ച്വറി വന്നു. ബേർഡ് സാങ്ച്വറി ഇതിനപ്പുറത്താണ്. അതിൻ്റെ ജംഗ്ഷൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് കണ്ടു. ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിന് നമ്മൾ ആലപ്പുഴയിലേക്ക് പോകും. അവിടുത്തെ ആലപ്പുഴ കണ്ടതിന് ശേഷം പിറ്റേന്ന് കോട്ടയത്തേട്ട്. ഇതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ആലപ്പുഴയുടെ വിശേഷങ്ങൾ കാണാം. ബൈ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള രസകരമായ വീഡിയോസിനായി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.